Hello my dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry part 7. Last class conductivity കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ്. കണ്ടക്ടിവിറ്റി രണ്ട് തരത്തിലുണ്ട്. സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എന്നും മോളാർ കണ്ടക്ടിവിറ്റി എന്നും രണ്ട് തരത്തിലെ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതിൽ മോളാർ കണ്ടക്ടിവിറ്റിയും സ്പെസിഫിക് കണ്ടക്ടിവിറ്റിയും ഡൈല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ആ വേരിയേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്തത് ലാംഡ എം എന്ന് പറയുന്ന ഒരു സിമ്പൽ ഉപയോഗിച്ചാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്തത്. ദെൻ അവിടെ നമ്മൾ വേറൊരു ടേമും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ലാംഡ 0m. ലാംഡ 0m എന്ന് പറഞ്ഞത് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ടാണ് പറഞ്ഞത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. Limiting molar conductivity is defined as the conductivity at infinite dilution. Conductivity at infinite dilution. That means ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ മാക്സിമം വാട്ടർ ഒഴിച്ചതിന് ശേഷം ചെക്ക് ചെയ്യുന്ന കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ആ ഒരു സിറ്റുവേഷനിൽ അയോൺസ് അവർക്ക് ഇരിക്കാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം അകലത്തിലായിരിക്കും രണ്ട് അയോൺസ് ഇരിക്കുന്നത്. കാറ്റയോൺസും ആനിയോൺസും സിറ്റുവേറ്റ് ചെയ്യുന്നത് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും, ഫാർ എപ്പാർട്ട് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റിയാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. സോ ആ സമയത്ത് നമുക്ക് പറയാം ഈ അയോൺസിനിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും പ്ലേ ചെയ്യുന്നില്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിയർലി 0 ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇവർ ഫ്രീ ടു മൂവ് ആണ്. ഒരാളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ അടുത്ത അയോണിന് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എവിടെ വരിക? ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ വരിക. അതുകൊണ്ട് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് മാക്സിമം കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് കോൾഡ്-റാഷ്യസ് ലോ. ആർക്ക് വേണ്ടിയിട്ടാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ലോ ആണ് കോൾഡ്-റാഷ്യസ് ലോ. വീക്ക് ഇലക്ട്രോലൈറ്റ്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ വീക്ക് ഇലക്ട്രോലൈറ്റിനെ മാത്രമായിട്ട് എടുത്തു പറയുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദി ഗ്രാഫ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ അനുസരിച്ച് ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ 0m മൈനസ് a√c. ഇതാണ് ഡിബൈ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ y is equal to mx plus c എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ് എന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് y ആക്സിസിൽ ലാംഡ എം എടുത്തും എക്സ് ആക്സിസിൽ √c എടുത്തുമാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അതായത് ആ സമയത്തെ കോൺസെൻട്രേഷനും അതനുസരിച്ചുള്ള കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള പ്ലോട്ടാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് താഴത്തേക്കാണ്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് മാത്രമേ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്രാഫ് ബാക്കിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ കിട്ടുന്നത് ഈ ഒരു പോയിന്റിൽ വരുന്ന കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് C is equal to 0, concentration is equal to 0. ഈ concentration is equal to 0 എന്ന് പറയുന്നതാണ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? മാക്സിമം ഡൈല്യൂഷനിൽ കോൺസെൻട്രേഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സമയത്തെ കണ്ടക്ടിവിറ്റി ആണ് ഇതായി കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാംഡ 0m എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഇറ്റ്സ് ഗ്രാഫ്. ഓക്കെ, ലാംഡ എമ്മും √cയും തമ്മിലുള്ള ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫ് കിട്ടുന്നത് ഒരു കേർവ്ഡ് ലൈൻ ആണ്, ഷൂട്ടപ്പ് ചെയ്ത് കയറുന്ന ഒരു ഗ്രാഫാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് കിട്ടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
ഓക്കെ, അപ്പൊ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ മാത്രമേ എക്സ്ട്രാപ്പുലേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. വീക്ക് ഇലക്ട്രോലൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാപ്പുലേഷൻ പോസിബിൾ അല്ല, കാരണം കിട്ടുന്ന ഗ്രാഫ് ഒരു കർവ്ഡ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോയാണ് കോൾറാഷ്യസ് ലോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം കോൾറാഷ്യസ് ലോ. ഇനി എന്താണ് കോൾറാഷ്യസ് ലോ എന്ന് നോക്കാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ അയോൺസ് മാക്സിമം ഡിസ്റ്റൻസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും പ്ലേ ചെയ്യുന്നില്ല. ഇവർ മൂവ് ചെയ്യുന്നത് ഒരാളുടെ ഇൻഫ്ലുവൻസിൽ അല്ല, വിത്തൗട്ട് നോ ഇൻഫ്ലുവൻസ് ആണ് ഓരോ അയോൺസും മൂവ് ചെയ്യുന്നത്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് λ0 m ഓഫ് NaCl ആണ് എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഈസി ആയിട്ട് പറയാൻ പറ്റും, ഇവിടെ മൂവ് ചെയ്യുന്ന അയോൺസ് എന്ന് പറയുന്നത് Na+ഉം Cl- ആണ് അല്ലെ. Na+ഉം Cl- അയോൺസും ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1 മോൾ NaCl സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 മോൾ Na+ഉം 1 മോൾ Cl- ആ ഒരു സൊല്യൂഷനിൽ ഉണ്ടാവും. 1 മോൾ Na+ഉം 1 മോൾ Cl- ആ ഒരു സൊല്യൂഷനിൽ പ്രസന്റ് ആയിരിക്കും. ഈ 1 മോൾ Na+ഉം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂവ് ചെയ്യുന്നു, 1 മോൾ Cl- അവരുടെ രീതിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഓരോ അയോണും അവരുടേതായ കണ്ടക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ടോട്ടൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഓരോ Na+ഉം പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റീസ് സം ചെയ്യുക, അതോടൊപ്പം തന്നെ ഓരോ Cl- പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റീസ് സം ചെയ്യുക. എല്ലാത്തിന്റെയും കൂടി ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ NaClന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റി കിട്ടണം. ഓക്കെ, അതാണ് ആര് പറയുന്നത്? കോൾറാഷ്യസ് ലോയിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു കോൾറാഷ്യസ് ലോ ഓരോ അയോൺസിന്റെയും കണ്ടക്ടിവിറ്റി സം ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടും. അപ്പൊ അതിൽ എത്ര അയോൺസ് പ്രസന്റ് ആണോ അവർ ഇൻഡിവിജ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റീസ് എല്ലാം കൂടി സം ചെയ്താൽ അത് ആ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആയിട്ട് മാറും. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? 1 മോൾ Na+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റി λ0 m ഓഫ് Na+ പ്ലസ് λ0 m ഓഫ് Cl- ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് λ0 m ഓഫ് NaCl കിട്ടും. ഇതാണ് കോൾറാഷ്യസ് ലോ. അതിലെ കാറ്റയോൺസിന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റിയും ആനയോൺസിന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റിയും കൂടി സം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ മൊത്തത്തിലുള്ള കണ്ടക്ടിവിറ്റി നമുക്ക് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് കോൾറാഷ്യസ് ലോ. ഓക്കെ, അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഈ ഒരു കോൾറാഷ്യസ് ലോക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല ഉള്ളത്. ഈ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല ഇതിന്റെ ആപ്ലിക്കേഷൻ, വേറെ ആപ്ലിക്കേഷൻസും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് ടു കാൽക്കുലേറ്റ് ദി λ0 m ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ടു കാൽക്കുലേറ്റ് ആൽഫയാണ് കേട്ടോ. അത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് ഫുള്ളി ഡിസോസിയേറ്റഡ് അല്ല, അതിൽ എത്രയോ ഒരു പെർസെന്റേജ് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര പെർസെന്റേജ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൾറാഷ്യസ് ലോ ഉപയോഗിക്കാം. ഓക്കെ, കോൾറാഷ്യസ് ലോ അനുസരിച്ച് നമുക്ക് λ0 m കിട്ടും അല്ലെ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ λ0 m കിട്ടും. ഓക്കെ, അത് ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ അത് എത്ര, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം കണ്ടക്ടിവിറ്റി ആണ് ഈ λ0 m എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ ഇലക്ട്രോലൈറ്റ് നമ്മൾ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് ഏത് കോൺസെൻട്രേഷനിലാണോ ആ കോൺസെൻട്രേഷനിൽ അതിനൊരു കണ്ടക്ടിവിറ്റി ഉണ്ടാവും. അതിനെ നമുക്ക് λm അറ്റ് ദിസ് കോൺസെൻട്രേഷനെയാണ് C കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ എടുത്തു വച്ചിരിക്കുന്നത് 1 മോളാർ ആവാം, 2 മോളാർ ആവാം, 3 മോളാർ ആവാം. അതിൽ ഏത് കോൺസെൻട്രേഷനിലാണോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ആ കോൺസെൻട്രേഷനിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടിവിറ്റിയാണ് λmc. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷനിൽ അവിടെ എത്ര ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് വേണ്ടത്. അതാണ് ആൽഫ. അത് കണ്ടുപിടിക്കാനായിട്ട് അവരുടെ കണ്ടക്ടിവിറ്റി അറ്റ് ദാറ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം കണ്ടക്ടിവിറ്റി ചെയ്താൽ പോരെ.
ഇപ്പോഴത്തെ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മാക്സിമം കണ്ടക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ ആ റേഷ്യോ ആയിരിക്കും അവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ലാംഡ എം അറ്റ് ദിസ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോലൈറ്റ് ഇപ്പോ എത്ര ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ആൽഫ അറിയാന്നുണ്ടെങ്കിൽ അതൊരു ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka can be calculated using the equation C alpha square by 1 minus alpha. ആൽഫയുടെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. C into lambda m C square divided by lambda 0 m square divided by 1 minus lambda m C by lambda 0 m ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്സ്റ്റൻസിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കോൾട്രാഷ്യസ് ലോ ഉപയോഗിച്ച് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം, അത് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാം, ആ ഡിസോസിയേഷനിൽ അവരുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതെല്ലാമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കോൾട്രാഷ്യസ് ലോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്തത് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് സെല്ലിലേക്ക് കടക്കുവാണ്, വിച്ച് ഈസ് ഇലക്ട്രോലിറ്റിക് സെൽസ്. നമ്മൾ പറഞ്ഞു സെൽ എന്ന് പറയുന്ന ഡിവൈസ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കാനും ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റാനും ഇന്റർ കൺവേർഷൻസ് നടത്താനുള്ള ഡിവൈസ് ആണ് സെൽ എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ സെല്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടൈപ്പ് സെല്ലാണ് ഇലക്ട്രോലിറ്റിക് സെൽ. അവിടെ ഏത് കൺവേർഷൻ ആണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് സെൽസിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോലിറ്റിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ബീക്കറിലാണ്, ഒന്നിച്ചാണ്. ഒരൊറ്റ സൊല്യൂഷനെ നമ്മൾ ഇവിടെ എടുക്കുള്ളൂ, ഒരു ഇലക്ട്രോലൈറ്റ് മാത്രം നമുക്ക് മതി. ഗാൽവാനിക് സെല്ലിൽ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ അങ്ങനെ ആയിരുന്നില്ല. കാഥോഡിനനുസരിച്ചും ആനോഡിനനുസരിച്ചും ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. അത് സെപ്പറേറ്റ് ബീക്കേഴ്സിലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ബട്ട് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെൽസ് നമുക്ക് ഒരൊറ്റ ബീക്കർ മതി, ഒരൊറ്റ ഇലക്ട്രോലൈറ്റ് മതി. ഇനി ആ ഒരു ഇലക്ട്രോലൈറ്റിലേക്കാണ് നമ്മൾ കാഥോഡും ആനോഡും ഒന്നിച്ച് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ദെൻ അതുവഴി നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയല്ല, കറണ്ട് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കറണ്ട് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ, ഇതുവഴി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുവാണ്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ എനർജി ആരാ റിസീവ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഈ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണോ ആ ഇലക്ട്രോലൈറ്റ് ആണ് ഈ കറണ്ടിനെ റിസീവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. കെമിക്കൽ റിയാക്ഷൻ ഈ ഒരു ഇലക്ട്രോലൈറ്റിലാണ് നടക്കുക. എന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് പ്രോഡക്ട്സ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടേ അതനുസരിച്ചുള്ള ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുക. ഓക്കെ, എനിക്ക് 1 മോൾ സോഡിയം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സോഡിയം ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് വേണം ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇനി ക്ലോറിൻ ഗ്യാസ് ആണ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ക്ലോറിൻ തരുന്ന ഒരു ഇലക്ട്രോലൈറ്റ് വേണം ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ. ഹൈഡ്രജൻ ഗ്യാസ് വേണമെങ്കിൽ ഹൈഡ്രജൻ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടേ ആ പ്രോഡക്റ്റ് തരാൻ ചാൻസ് ഉള്ള ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. കാരണം ഇലക്ട്രോലൈറ്റിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ആ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ഇലക്ട്രോലൈറ്റിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഒറ്റ ബീക്കറിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ കറണ്ട് കൊടുത്ത് ഈ ഇലക്ട്രോലൈറ്റിലെ അയോൺസിനെ ഡീകമ്പോസ് ചെയ്യിക്കുവാണ്. ഇപ്പോ NaCl ആണ് ഞാൻ ഇവിടെ എടുക്കുന്നതെങ്കിൽ ഇതിലെ അയോൺസ് ഏതൊക്കെയാ? Na+ഉം Cl- ആണ് അല്ലെ. അപ്പൊ കറണ്ട് കൊടുത്തിട്ട് ഈ Na+നെയും Cl- ഞാൻ റിയാക്ട് ചെയ്യിക്കുവാണ്. ഓക്കെ, കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഇവര് റിയാക്ഷനിൽ പങ്കെടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. കറണ്ട് കൊടുത്ത് റിയാക്ഷൻ നടത്തുന്ന പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ബൈ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ ഓർ ഇറ്റ്സ് മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, ലിക്വിഡ് ഫോമിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുക. ഓക്കെ, അപ്പൊ അതിന്റെ 2 എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത്. ആദ്യത്തേത് എന്താണ്? ഇലക്ട്രോളിസിസ് ഓഫ്
മോൾട്ടൺ NaCl. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ NaCl മെൽറ്റ് ചെയ്യുക, സോളിഡ് ഫോം ഓഫ് NaCl എടുത്ത് നമ്മൾ ചൂടാക്കി മെൽറ്റ് ചെയ്തിട്ട് അതാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. മോൾട്ടൺ NaCl ആണ്. ഇതിലാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കേണ്ടത്. ഓക്കെ, കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കറണ്ട് ചെന്ന് കഴിയുമ്പോൾ NaCl സ്പ്ലിറ്റ് ചെയ്ത് Na+ഉം Cl- ആയിട്ട് മാറും. ഫുൾ Na+ഉം ഫുൾ Cl- അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, ദെൻ ഇവിടെ സംഭവിക്കുന്നത് ഈ കറണ്ടിനനുസരിച്ച് ഈ ഇലക്ട്രോഡ്സിന് ഓരോ ചാർജ് കിട്ടുന്നുണ്ടാവും. ആ ചാർജ് അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ റിയാക്ഷൻ നടക്കുക. നോക്കാം, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് അനുസരിച്ച് അപ്പോ ഈ ഫിഗർ അനുസരിച്ചിട്ട് ഇപ്പോ സെല്ലിന്റെ പോസിറ്റീവ് പാർട്ടാണ് ഈ ഒരു ഇലക്ട്രോഡുമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ എനിക്ക് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. സെല്ലിന്റെ നെഗറ്റീവ് ഭാഗം ഈ ഇലക്ട്രോഡിനോട് ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിനെ എനിക്ക് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോ ലെഫ്റ്റ് സൈഡില് പോസിറ്റീവ് ഇലക്ട്രോഡും റൈറ്റ് സൈഡില് നെഗറ്റീവ് ഇലക്ട്രോഡും ആണ് ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇനി ഈ സൊല്യൂഷന്റെ ഉള്ളിലുള്ള അയോൺസ് Na+ഉം Cl- മാത്രമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ചാർജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് ഓപ്പോസിറ്റ് അയോൺസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പോ ക്ലോറൈഡ് അയോൺസ് മൂവ് ടുവേർഡ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ്. Chloride ions move towards positive electrode and Na+ ions move towards negative electrode. Opposite electrodes like ഇവർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റിലുള്ള അയോൺസ് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ഇലക്ട്രോഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് അവിടെ ആദ്യം സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ചെന്നതിന് ശേഷം അറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണെന്ന് പഠിക്കണം. നമുക്കത് പഠിക്കാം, എങ്ങനെയാന്ന് നോക്കാം. അറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാണ് എത്തിയത്? ക്ലോറൈഡ് അയോൺ ആണ് എത്തിയത്. Cl- ആണ് എത്തിയത്. Cl- പ്രത്യേകത എന്താ? അതിന്റെ കയ്യില് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ അത് ലൂസ് ചെയ്യുവല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം, Cl+1 ഇലക്ട്രോൺ ആകും അല്ലെ. Cl- എന്തായിട്ട് മാറും? Cl+1 ഇലക്ട്രോൺ ആവും. പക്ഷെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. നമ്മൾ ഇതിനെ ഹാഫ് Cl2 എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഹാഫ് Cl2 +1 ഇലക്ട്രോൺ ആവും. അപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡില് ഇലക്ട്രോണിന്റെ ലൂസിംഗ് ആണ് നടന്നത്. ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടന്നത്. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോഡിനെ വിളിക്കാം, ലൂസ് ഓഫ് ഇലക്ട്രോൺസ് നടന്നതുകൊണ്ട് ആനോഡ് എന്ന് വിളിക്കാം. കണ്ടോ, ആനോഡ് തെറ്റിക്കാതെ ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ആനോഡാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്. ബിക്കോസ് അവിടേക്ക് ചെല്ലുന്നത് നെഗറ്റീവ് അയോൺ ആണ്. നെഗറ്റീവ് അയോൺ ചെന്ന് കഴിയുമ്പോൾ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. അപ്പൊ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി അറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്താ സംഭവിക്കുന്നത്? ആരാ അറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ചെന്നിരിക്കുന്നത്? Na+ ആണ് അല്ലെ. Na+ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോഡിയം ആയിട്ട് മാറും. ഓക്കെ, സോഡിയം മെറ്റൽ ആയിട്ട് മാറും. അപ്പൊ ഈ സോഡിയം മെറ്റല് ഈ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ക്ലോറിൻ ഗ്യാസ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഗ്യാസ് ആയതുകൊണ്ട് അത് ഈ ഇലക്ട്രോഡിൽ നിന്ന് എസ്കേപ്പ് ആവും. ലിബറേഷൻ ആണ് ക്ലോറിന്റെ കേസിൽ സംഭവിക്കുന്നത്. സോഡിയത്തിന്റെ കേസിൽ സംഭവിക്കുന്നത് ഡെപ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ഷൻ നടന്നത് എന്താ? ഓക്സിഡേഷനും റിഡക്ഷനും ആണ് അല്ലെ. നെഗറ്റീവ് ഇലക്ട്രോഡില് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കണ്ടേ, അപ്പൊ റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമുക്ക് കാഥോഡ് എന്ന് വിളിച്ചൂടെ? നെഗറ്റീവ് ഇലക്ട്രോഡ് ക്യാൻ ബി ടേംഡ് ആസ് കാഥോഡ് ബിക്കോസ് റിഡക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ദെയർ. ഓക്കെ, അപ്പൊ തെറ്റിക്കാതെ ഇത് നോക്കി തന്നെ നമുക്ക് കാഥോഡ് ആരാണ് ആനോഡ് ആരാണെന്ന് പറയാം. ഇനി കാഥോഡിൽ നടന്നത് ഡെപ്പോസിഷൻ ഓഫ് സോഡിയം മെറ്റലും ആനോഡിൽ നടന്നത് ലിബറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസും ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോഡക്ട്സ് കിട്ടിയത് എന്തൊക്കെയാ? ക്ലോറിനും സോഡിയവും. ഓക്കെ,
ഇപ്പൊ ക്ലോറിനും സോഡിയമാണ് ഇവിടെ പ്രോഡക്റ്റ്. എപ്പോഴാണ് അത് കിട്ടിയത്? കറണ്ട് പാസ് ചെയ്തപ്പോ. കണ്ടോ? അപ്പൊ കറണ്ട് പാസ് ചെയ്യിച്ച് നമ്മളുടെ റിയാക്ഷൻ നടത്തി, റിഡോക്സ് റിയാക്ഷൻ നടത്തി 2 പ്രോഡക്ട്സ് നമുക്ക് കിട്ടി. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. അത് നടക്കുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഓക്കെ, ഇനി മോൾട്ടൺ NaCl ഒപ്പം അക്വസ് NaCl അതിന്റെ ഇലക്ട്രോളിസിസും കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ മോൾട്ടൺ NaCl പഠിച്ചതുപോലെ തന്നെ നമ്മൾ അക്വസ് NaCl പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ആളായിരിക്കും അക്വസ് NaCl. ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് അക്വസ് NaCl ആണ്. ദെൻ ഇവിടെ നമ്മൾ എന്തൊക്കെ ഫിറ്റ് ചെയ്യുന്നു? കാഥോഡ്, ആനോഡ് ആൻഡ് കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ഓക്കെ, ഇവിടെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോഡാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഈ സൈഡിൽ ഇലക്ട്രോഡാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, ഇനി അക്വസ് NaCl ആയതുകൊണ്ട് വാട്ടർ ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ദിസ് സൊല്യൂഷൻ അല്ലേ? വാട്ടറും ഉണ്ട് NaCl ഉണ്ട്. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസ് ഏതൊക്കെയാ? H+ ഉണ്ടാവും, OH- ഉണ്ടാവും ഫ്രം വാട്ടർ. അതുപോലെ Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും ഫ്രം സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഇവിടെ 4 അയോൺസ് ഇൻ ടോട്ടൽ പ്രസന്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അക്വസ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ വാട്ടറിന്റെ അയോൺസും കൂടി ഇൻക്ലൂഡഡ് ആണ്. ചിലപ്പോൾ അവർക്കായിരിക്കും റിയാക്ഷൻ നടക്കുക, അത് നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ 4 അയോൺസ് പ്രസന്റ് ആണ്. ഇതിൽ പോസിറ്റീവ് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? പോസിറ്റീവ് അയോൺസ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? H+ഉം Na+ഉം എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അതുപോലെ OH- Cl- നെഗറ്റീവ് അയോൺസ് ആണ്, അതെങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ 2 അയോൺസ് വെച്ചിട്ട് ഇലക്ട്രോഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം അറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത്? Cl- എത്തിയിട്ടുണ്ട്, OH- എത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ Cl- നിന്നാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതി ഹാഫ് ക്ലോറിൻ +1 ഇലക്ട്രോൺ ആണ് കിട്ടുന്നത്. ഓക്കെ, OH- നിന്നാണെങ്കിൽ ഓക്സിജൻ ആണ് കേട്ടോ കിട്ടുന്നത്. ഓക്സിജൻ പ്ലസ് ഇലക്ട്രോൺ ആണ് നമുക്ക് കിട്ടുന്നത്. OH- ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓക്സിജൻ ഗ്യാസും ഇലക്ട്രോൺസും ആണ് കിട്ടുന്നത്. അത് ബാലൻസ് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുള്ളൂ. ഫ്രം വാട്ടർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുള്ളൂ. 2H2O ഗിവിംഗ് O2 + 4H+ + 4 ഇലക്ട്രോൺ എന്നാണ് നമ്മൾ ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുള്ളൂ. ഓക്കെ, അപ്പോ ഈ 2 അയോൺസിനും ഇവിടെ ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് അറ്റ് പോസിറ്റീവ് ഇലക്ട്രോൺ. ബട്ട് 2 പേർക്കും കൂടി നടക്കില്ല, ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ അവിടെ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ് ആർക്കാണോ അയാൾക്കായിരിക്കും ഓക്സിഡേഷൻ നടക്കുക അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്, അതിൽ കുറഞ്ഞ ആൾക്കാണ് ഓക്സിഡേഷൻ നടക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കൂടാതെ നമ്മൾ ഇവിടെ ഒരു കാര്യവും കൂടി നോക്കണം, ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ. ഇതിൽ 2 ആർക്കാണോ ആ ഇലക്ട്രോഡിൽ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ട എനർജി കുറവ്, ഡിസ്ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ഈ ഒരു ഇലക്ട്രോഡിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ അവർക്ക് വേണ്ട, അവർ യൂട്ടിലൈസ് ചെയ്യേണ്ട എനർജി, അതിനെയാണ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അതാർക്കാണോ കുറവ് ശരിക്കും അയാൾക്കാണ് ഇവിടെ റിയാക്ഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുന്നതിലും ബെറ്റർ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് നോക്കുന്നതാണ്. എന്താണ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതില് 2 അയോൺസിനും ആ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ അവർ യൂട്ടിലൈസ് ചെയ്യേണ്ട എനർജി, അതാണ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ. അതാർക്കാണോ കുറവ് അയാൾക്കായിരിക്കും ഇവിടെ റിയാക്ഷൻ നടക്കുക, അയാൾ വേഗത്തിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും, ഡിസ്ചാർജ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ OH- ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ Cl- കൂടുതലാണ്. ഓക്കെ, അപ്പോ OH- നടക്കില്ല, ആർക്കായിരിക്കും നടക്കുക? ക്ലോറൈഡ് അയോണിനായിരിക്കും ഇവിടെ ഡിസ്ചാർജ് നടക്കുക അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ മാത്രമേ പോസിറ്റീവ് ഇലക്ട്രോഡിൽ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ ലിബറേറ്റ് ചെയ്യാൻ പോകുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. ഈ ഒരു റിയാക്ഷൻ ഇവിടെ പോസിബിൾ അല്ല, സിൻസ് ഇറ്റ്സ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ഈസ് ഗ്രേറ്റർ. അതൊന്ന് നോക്കി വെക്കുക. ഇനി അതുപോലെ ഇവിടെയോ നെഗറ്റീവ് ഇലക്ട്രോഡിലോ
നെഗറ്റീവ് ഇലക്ട്രോഡിൽ ആരൊക്കെയാ വരുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് വരുന്നത് H പ്ലസും Na+ഉം ആണ് അല്ലേ? H പ്ലസും Na+ഉം ആണ് വരുന്നത്. അപ്പൊ H പ്ലസ് വരുവാണെങ്കിൽ അയാള് ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ½ H2 എന്ന് എഴുതാം. ദെൻ Na++1 ഇലക്ട്രോൺ ഗിവിംഗ് സോഡിയം ആയിട്ട് മാറും. അപ്പോ രണ്ടുപേർക്കും നടക്കാം, പക്ഷെ ഇതിൽ ഒരാൾക്കേ നടക്കുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ആർക്കാണോ കുറവ്, ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ ആർക്കാണോ കുറവ് അയാൾക്കായിരിക്കും ആ ഒരു ഇലക്ട്രോഡിൽ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പൊ ഏത് ഇലക്ട്രോഡിലായാലും ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവുള്ള ആൾക്കായിരിക്കും റിയാക്ഷൻ നടക്കുക. ഇവിടെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവ് H+നാണ് കുറവ്, സോഡിയത്തിന് കൂടുതലാണ്. ലിഥിയം, സോഡിയം, മഗ്നീഷ്യം പോലുള്ള മെറ്റൽസിനൊക്കെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. H+നാണ് ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവ്. H+നേക്കാൾ കുറവാണ് Cu2+ന്, അതിലും കുറവാണ് Ag+ന്. ഓക്കെ, ഇതാണ് ഡിസ്ചാർജ് പൊട്ടൻഷ്യലിന്റെ ഓർഡർ. ലിഥിയം ഒക്കെ അതിന് മുന്നിൽ വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ ഇപ്പൊ കുറവ് H+നായതുകൊണ്ട് നെഗറ്റീവ് ഇലക്ട്രോഡില് റിയാക്ഷൻ നടക്കാൻ പോകുന്നത് ആർക്കായിരിക്കും? H+നായിരിക്കും. ഓക്കെ, ഇപ്പോ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ലിബറേറ്റ് ചെയ്യാൻ പോകുന്ന ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നടന്നത് റിഡക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് വിളിക്കും? കാഥോഡ് എന്നാണല്ലേ വിളിക്കുക. അപ്പൊ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജനും ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ക്ലോറിനുമായിരിക്കും. ഓക്കെ, അപ്പൊ അക്വസ് NaClന്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനുമാണ്. ഹൈഡ്രജൻ എവിടെയാ കിട്ടുക? ഹൈഡ്രജൻ കിട്ടുന്നത് കാഥോഡിലും ക്ലോറിൻ കിട്ടുന്നത് ആനോഡിലുമാണ്. ഓക്കെ, അപ്പോ അക്വസ് NaCl അയോൺസിന്റെ നമ്പർ കൂടുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് വേണം മാർക്ക് നടക്കും എന്ന് തീരുമാനിക്കാനായിട്ട്. ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവുള്ള ആൾക്ക് നടക്കും, അതനുസരിച്ചുള്ള പ്രോഡക്റ്റും കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഇപ്പോ റിയാക്ഷന് ശേഷം ഇപ്പോ Na+ലും H+ലും റിയാക്ഷൻ നടന്നത് H+നാ. അപ്പൊ H+ ഇവിടെ നിന്ന് കൺസ്യൂം ചെയ്തു പോയി. അതുപോലെ OH- Cl- റിയാക്ഷൻ നടന്നത് Cl-നാ. അപ്പൊ അതും അവിടെ നിന്ന് പോയി. അപ്പൊ ഇനി ഈ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് റിയാക്ഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ ഈ സൊല്യൂഷനിൽ ബാക്കി ഉണ്ടാവുന്നത് ആരായിരിക്കും? Na+ അയോണുകളും OH- അയോണുകളും അല്ലേ ഉണ്ടാവുക. അപ്പൊ നമുക്ക് പറയാം ഇലക്ട്രോളിസിന് ശേഷം ആഫ്റ്റർ ഇലക്ട്രോളിസിസ് ദിസ് സൊല്യൂഷൻ ബിക്കംസ് ബേസിക് എന്ന് പറയാം. കാരണം ഇപ്പൊ ആ സൊല്യൂഷനിലുള്ളത് NaOH ആണ്. അപ്പൊ ആഫ്റ്റർ ഇലക്ട്രോളിസിസ് അക്വസ് NaCl സൊല്യൂഷൻ ബിക്കംസ് ബേസിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Na+ ആൻഡ് OH- അയോൺസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രോളിസിസിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇലക്ട്രോളിസിസ് എന്താണെന്നും അതിന്റെ 2 എക്സാമ്പിൾസും നമ്മൾ കണ്ടു. അപ്പൊ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഇത് 2 ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.